everyone, welcome to Bosco Campus Vision. I am Lakshmi V.S., Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 29th lecture on the subject Strategic Cost and Management Accounting. This lecture is based on Process Costing Applications, which is the second module in the subject Strategic Cost and Management Accounting. In previous lectures, we were discussing about a problem related to inter-process profits. And in this lecture, we are going to discuss about work in progress. We know that work in progress refers to the unfinished units in industries. അതായത് ഇൻഡസ്ട്രീസിൽ നിലനിൽക്കുന്ന അൺഫിനിഷ്ഡ് യൂണിറ്റ്സ് ആണ്, അതായത് പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ആകാത്ത യൂണിറ്റ്സ് ആണ് വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് നമ്മൾ പറയുന്നത്. ആൻഡ് ദ പ്രോബ്ലം ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഫ്രീക്വൻ്റ്ലി ഡിഫിക്കൾട്ട് ഇൻ പ്രോസസ് ഇൻഡസ്ട്രീസ്. പ്രോസസ് ഇൻഡസ്ട്രീസിൽ ഈ ഒരു വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ പ്രോബ്ലം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻറ്റുമാണ്, അതുപോലെ തന്നെ ഡിഫിക്കൾട്ട് വണ്ണുമാണ്. And in most firms, manufacturing is on a continuous basis and problem of work in progress is quite common. അതായത് മിക്ക ഇൻഡസ്ട്രീസിലും പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്, മാനുഫാക്ചറിങ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ബേസിസിലാണ്. ഓക്കെ, അതായത് ഒന്നിൻ്റെ കണ്ടിന്യൂഷനായിട്ടാണ് അടുത്ത ആക്ടിവിറ്റി ക്യാരി ഔട്ട് ചെയ്ത് പോകുന്നത്. ആൻഡ് ദ പ്രോബ്ലം ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് ഇസ് ക്വൈറ്റ് കോമൺ. അതായത് വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ പ്രോബ്ലം എന്ന് പറയുന്നത് കോമൺ ആണ്. Work in progress consists of direct material, direct labor and production overhead. So, work in progressൽ എന്തൊക്കെയാണ് ഉള്ളത്? ഡയറക്റ്റ് മെറ്റീരിയൽ ഉണ്ട്, ഡയറക്റ്റ് ലേബർ ഉണ്ട്, പ്രൊഡക്ഷൻ ഓവർഹെഡ് ഉണ്ട്. ഓക്കെ, നമുക്ക് വർക്ക് ഇൻ പ്രോഗ്രസ്സിൽ ഡയറക്റ്റ് മെറ്റീരിയൽ എങ്ങനെയാണ് എന്ന് നോക്കാം. ഓക്കെ, നമുക്ക് ഡയറക്റ്റ് മെറ്റീരിയൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഡയറക്റ്റ് മെറ്റീരിയൽ പുട്ട് ഇൻ ടു ദ പ്രോസസ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ പീരിയഡ്. അതായത് ഒരു പീരിയഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു പ്രോസസ്സിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു മെറ്റീരിയൽസ് ആൻഡ് ദെൻ ആഡഡ് ടു ഇൻ ദ കോഴ്സ് ഓഫ് ദ പീരിയഡ്. ആ ഒരു പീരിയഡ് റൺ ചെയ്യുമ്പോൾ തന്നെ ഇടയ്ക്ക് വെച്ചിട്ട് വീണ്ടും അഡീഷണൽ മെറ്റീരിയൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. സം ഓഫ് ദിസ് മെറ്റീരിയൽ ഈസ് വർക്ക്ഡ് ഓൺ, കംപ്ലീറ്റഡ് ആൻഡ് ട്രാൻസ്ഫേർഡ് ടു സ്റ്റോക്ക്. ഈ ബിഗിനിങ്ങിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത മെറ്റീരിയലും കോഴ്സ് ഓഫ് ദ പീരിയഡ്, ഡ്യൂറിങ് ദാറ്റ് പീരിയഡ് ഇൻട്രൊഡ്യൂസ് ചെയ്ത മെറ്റീരിയലും ഇടയ്ക്കൊക്കെ വെച്ച് അഡീഷണൽ ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസും ഒക്കെ ഇറ്റ് ഈസ് വർക്ക്ഡ് ഓൺ, കംപ്ലീറ്റഡ് ആൻഡ് ട്രാൻസ്ഫേർഡ് ടു സ്റ്റോക്ക്. ആ മെറ്റീരിയൽസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് അതിൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് സ്റ്റോക്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു, അതായത് ഫിനിഷ്ഡ് സ്റ്റോക്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ പീരിയഡ് ദ ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് കൺസിസ്റ്റ് ഓഫ് മെറ്റീരിയൽ which has only partially been processed but the full cost was incurred immediately on transfer from stores to the process. ആൻഡ് ആ പീരീഡ് അവസാനിക്കുമ്പോൾ അവിടെ ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് കാണും. ആൻഡ് ഈ ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റീരിയൽസ് പാർഷ്യലി പ്രോസസ്ഡ് ആയിട്ടുള്ളതാണ്, അതായത് പാർഷ്യലി പ്രോസസ്ഡ് ആണ്, ഇനിയും പ്രോസസ്സ് ചെയ്തിട്ട് വേണം അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. പക്ഷേ അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ഫുൾ കോസ്റ്റ് വാസ് ഇൻകേർഡ് ഇമ്മീഡിയറ്റ്ലി ഓൺ ട്രാൻസ്ഫർ ഫ്രം സ്റ്റോഴ്സ് ടു ദ പ്രോസസ്. സ്റ്റോഴ്സിൽ നിന്ന് പ്രോസസ്സിലേക്ക് ഇതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ ഫുൾ കോസ്റ്റും ആ ട്രാൻസ്ഫറിന് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ആ ഫുൾ കോസ്റ്റും ഇൻകർ ചെയ്യുന്നു. ഓക്കെ, thus it is necessary to assume the closing work in progress to be 100% complete as regards materials. അതായത് നമ്മളിപ്പോൾ പറഞ്ഞിരുന്നു സ്റ്റോഴ്സിൽ നിന്നും പ്രോസസ്സിലേക്ക്, സ്റ്റോറിലിരിക്കുന്ന മെറ്റീരിയൽ പ്രോസസ്സിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ ഫുൾ കോസ്റ്റും ഇൻകേർഡായി, അങ്ങനെയാണ് കരുതുന്നത്. സോ ഈ ഒരു കേസിൽ വർക്ക് ഇൻ പ്രോഗ്രസ്, ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് 100% കംപ്ലീറ്റ് ആണ്. ആസ് റിഗാർഡ്സ് മെറ്റീരിയൽസ് 100% കംപ്ലീറ്റ് ആണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്യണം. ഇറ്റ് ഈസ് നെസസറി ടു അസ്യൂം ദിസ്. ഓക്കെ, ആൻഡ് വെയർ അഡീഷൻസ് ആർ മെയ്ഡ് ഇൻ ദ സെക്കൻഡ് ഓർ എനി സബ്സീക്വൻറ്റ് പ്രോസസ് ഓഫ് അതർ കൈൻഡ്സ് ഓഫ് മെറ്റീരിയൽസ് ഫർദർ കൺസിഡറേഷൻസ് വുഡ് അപ്ലൈ അക്കോർഡിംഗ് ടു സർക്കംസ്റ്റാൻസസ് ഓഫ് ഈച്ച് കേസ്. ഇനി സെക്കൻഡ് പ്രോസസ്സിലോ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് വരുന്ന പ്രോസസ്സിലോ, ഫസ്റ്റ് പ്രോസസ്സിലല്ലാതെ സെക്കൻഡ് പ്രോസസ്സിലോ അല്ലെങ്കിൽ അത് കഴിഞ്ഞ് വരുന്ന തേർഡ് പ്രോസസ്സ്, ഫോർത്ത് പ്രോസസ്സ്, അങ്ങനെ ഏതെങ്കിലും പ്രോസസ്സിലാണ് അഡീഷൻസ്, അതായത് വീണ്ടും മെറ്റീരിയൽസ് ആഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, സെയിം മെറ്റീരിയൽ ആയിരിക്കാം അല്ലെങ്കിൽ മറ്റുള്ള ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് ആയിരിക്കാം, അങ്ങനെയൊക്കെ വരുന്ന കേസിൽ അതിനനുസരിച്ചിട്ടുള്ള കൺസിഡറേഷൻസ്, ഫർദർ കൺസിഡറേഷൻസ് ആ ഓരോ സർക്കംസ്റ്റാൻസസും അനുസരിച്ചിട്ട് അപ്ലൈ ചെയ്യും. എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ
പ്രോസസ്സ് 1-ൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത മെറ്റീരിയൽ ആയിരിക്കില്ല പ്രോസസ്സ് 2-ൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പ്രോസസ്സ് 1-ൽ എ ടൈപ്പ് ഓഫ് മെറ്റീരിയലും പ്രോസസ്സ് 2-ൽ ബി ടൈപ്പ് ഓഫ് മെറ്റീരിയലുമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് മെറ്റീരിയൽസ് ആണ് അവിടെ. അതുപോലെ തന്നെ അഡിഷൻസ് വരുന്നത് ആ ഒരു സബ്സീക്വൻറ്റ് പ്രോസസ്സിലാണ്. അത് ഫസ്റ്റ് പ്രോസസ്സിലല്ല, സെക്കൻഡ് പ്രോസസ്സിലാണ്, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് വരുന്ന ഏതെങ്കിലും ഒരു പ്രോസസ്സിലൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ടുള്ള കൺസിഡറേഷൻസ് ആ ഓരോ സർക്കംസ്റ്റൻസസിൽ ഓരോ കേസിന് നമ്മൾ ചെയ്യും. ഓക്കെ. ഡയറക്റ്റ് ലേബർ ആൻഡ് പ്രൊഡക്ഷൻ ഓവർ ഹെഡ്സ്. വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ കേസിൽ എങ്ങനെയാണ് ഡയറക്റ്റ് ലേബറും പ്രൊഡക്ഷൻ ഓവർ ഹെഡ്സും എന്ന് നോക്കാം. ദ കോസ്റ്റ് അക്രൂഡ് ഡ്യൂറിങ് ദ പീരീഡ് ആൻഡ് അറ്റാച്ച് ടു ദ യൂണിറ്റ്സ് ആസ് ആൻഡ് വെൻ ദേ ആർ കംപ്ലീറ്റഡ്. അതായത് ആ ഒരു പീരീഡിൽ, ആ ഒരു പർട്ടിക്കുലർ പീരീഡിൽ അറൈസ് ആവുന്ന അല്ലെങ്കിൽ അക്രൂവ് ആവുന്ന കോസ്റ്റുകൾ എത്രയാണോ ആ കോസ്റ്റുകൾ ഈ യൂണിറ്റ്സ്, ഈ മെറ്റീരിയൽസ് കംപ്ലീറ്റഡ് ആവുമ്പോൾ ആ മെറ്റീരിയൽസിലേക്ക്, ആ യൂണിറ്റ്സിലേക്ക് അങ്ങ് അറ്റാച്ച് ചെയ്യും. ആൻഡ് ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ഷോസ് ദീസ് കോസ്റ്റ്സ് ടു ദ എക്സ്റ്റെൻറ്റ് ടു വിച്ച് ദ യൂണിറ്റ്സ് ബീങ് പ്രോസസ്ഡ് ഹാവ് ബീൻ കംപ്ലീറ്റഡ്. ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്സിൽ ഈ കോസ്റ്റുകൾ കാണിക്കുന്നത് എത്ര യൂണിറ്റ്സ് കംപ്ലീറ്റഡ് ആയി, ആ കംപ്ലീറ്റഡ് ആയിട്ടുള്ള യൂണിറ്റ്സിൻ്റെ, ആ പ്രോസസ്സ് ചെയ്ത് കംപ്ലീറ്റഡ് ആയിട്ടുള്ള യൂണിറ്റ്സിൻ്റെ ആ എക്സ്റ്റെൻറ്റിലായിരിക്കും കോസ്റ്റ് കാണിക്കുന്നത്. ബിക്കോസ് ആ കോസ്റ്റ് അറ്റാച്ച് ചെയ്യുന്നത് തന്നെ കംപ്ലീറ്റഡ് യൂണിറ്റ്സിലാണ്. സോ ആ കംപ്ലീറ്റഡ് യൂണിറ്റ്സിൻ്റെ എത്ര എക്സ്റ്റെൻറ്റ് ഉണ്ടോ ആ ഒരു എക്സ്റ്റെൻറ്റിലായിരിക്കും ഈ കോസ്റ്റ് കാണിക്കുന്നത്. ഓക്കെ. വർക്ക് ഇൻ പ്രോഗ്രസ് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഇമ്പോർട്ടൻറ്റ് പോർഷൻസ് നമുക്ക് ഇനിയും ഡിസ്കസ് ചെയ്യാനുണ്ട്. We will discuss it one by one in next lectures. Thank you all.